മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങൾ സമ്മാനിച്ച ഗാന്ധിമതി ബാലൻ കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ അത് മലയാള സിനിമയെ സംബന്ധിച്ച ഒരു യുഗാന്ത്യമാണ്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയത്. പഞ്ചവടിപ്പാലം, തൂവാനത്തുമ്പികൾ, മൂന്നാം പക്കം, സുഖമോദേവി, നൊമ്പരത്തിപ്പൂവ്, മാളൂട്ടി തുടങ്ങി മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ച ഗാന്ധിമതി ബാലൻ അരങ്ങൊഴിയുമ്പോൾ മലയാളത്തെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയാണ്. 1990 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ഈ തണുത്ത വെളുപ്പാങ്കാലത്തായിരുന്നു ബാലന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം. 80കളിലായിരുന്നു ഗാന്ധിമതി ബാലന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ പുറത്തു വരുന്നത്. KG ജോർജ്, പത്മരാജൻ, വേണു നാഗവള്ളി, ജോഷി തുടങ്ങി കരുത്തുറ്റ സംവിധായകരുടെ മികച്ച ചിത്രങ്ങൾ മലയാളികൾക്ക് മുന്നിലെത്തിക്കുന്നതിൽ ബാലന്റെ പങ്ക് വിസ്മരിക്കാനാകില്ല. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്കെത്തുന്നത്. മലയാളത്തിലെ താരരാജാക്കന്മാരായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഏറ്റവും കൂടുതൽ തവണ വെള്ളിത്തിരയിലെത്തിക്കുന്നത് ബാലനായിരുന്നു. കിലുക്കവും സ്ഫടികവും പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തിക്കുന്നതും ഗാന്ധിമതി ഫിലിംസാണ്. മഹാത്മാഗാന്ധിയാണ് ബാലന്റെ അമ്മയ്ക്ക് ഗാന്ധിമതി എന്ന പേര് നൽകുന്നത്. അമ്മയുടെ പേര് ബാലൻ പേരിന് മുന്നിൽ ചേർത്തു. മലയാള സിനിമാ സംഘടനയായ അമ്മയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചതും ബാലനാണ്. തുടർന്ന് അദ്ദേഹം അമ്മയുടെ പേരിൽ നിരവധി താരനിശകൾ സംഘടിപ്പിച്ചു. 2015 കേരളത്തിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിന്റെയും ചീഫ് ഓർഗനൈസറായിരുന്നു അദ്ദേഹം. 2 വർഷം മുൻപ് ആലിബൈ ഗ്ലോബൽ എന്ന പേരിൽ സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിക്കുകയും രാജ്യമൊട്ടാകെ അതിനെ എത്തിക്കുകയും ചെയ്തു. ഗാന്ധിമതി ബാലൻ കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ അത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു യുഗാന്ത്യമാണ്. ന്യൂസ് ഡെസ്ക്, ജനം.